അമേരിക്കയുടെ ദയനീയ പരാജയം ഉടനെന്ന് ഇറാൻ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ ഭീഷണിക്കുപ്പായം അയച്ചു വെക്കാൻ ട്രംപിനോട് ആഹ്വാനം ചെയ്ത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി. നിങ്ങൾ വീയാൻ പോവുകയാണ്, ഭീഷണി സ്വരം വേണ്ട, ഇന്നത്തെ രാത്രി സമയം കഴിയും, അതിനുശേഷം വലിയ രീതിയിൽ ആക്രമണം നടത്തുമെന്നാണ് ഇന്നലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഭീഷണിയായിട്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ട് ഇറാന് നൽകിയത്. പാലം തകർക്കും, വൈദ്യുത നിലയം തകർക്കും, അങ്ങനെ ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അതിന് ഇറാൻ അതിൻ്റെ മറുപടി പറഞ്ഞു, മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഈ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥക്കെതിരെയുള്ള പ്രവൃത്തിയുടെ വെല്ലുവിളിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകമാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്, പ്രതിഷേധിക്കേണ്ടത്. ലോകത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകുമെന്ന് തങ്ങൾ കരുതുന്നില്ല, തങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇറാന് അതിന് പകരമായി തത്തുല്യമായ രീതിയിലുള്ള ആക്രമണത്തിൻ്റെ പെരുമയ അയച്ചു വിടുകയും ചെയ്യും. തങ്ങൾ തുടങ്ങുകയാണ്. ആ തുടക്കം നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധമുള്ള കഠിനമായിരിക്കുന്ന ശിക്ഷയായിട്ട് തന്നെ പരിണമിക്കും. അത് ലോകത്തിന് തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. 15 ഇന നിർദ്ദേശമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുൻപാകെ വെച്ചത്. അതിന് പകരമായി 10 ഇന നിർദ്ദേശം മധ്യസ്ഥർ മുഖാന്തരം ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കാം. പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തും തുർക്കിയും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്ന സന്ധി ആരംഭിച്ചിരിക്കുന്നത്. അത് എത്താത്തൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈജിപ്ത്, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് തങ്ങൾ പ്രതികരിക്കുന്നത്. പാകിസ്ഥാൻ്റെ തങ്ങൾക്ക് വിശ്വാസമല്ല. അത് അമേരിക്കയുടെ നിഴൽപ്പറ്റി ജീവിക്കുന്ന ഒരു സംഘം മാത്രമാണ്. അതുകൊണ്ട് അവരോട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പരിഗണന നൽകുക, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായ രീതിയിലുള്ള മറുപടി നൽകുക തങ്ങളുടെ ഉദ്ദേശ കാര്യത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. താൽക്കാലിക വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അമേരിക്ക വീണ്ടും സംസാരിക്കുന്നത്. 1.5 മാസത്തെ താൽക്കാലിക വെടിനിർത്തൽ. ആ വെടിനിർത്തലിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും ശാശ്വതമായിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തലാണ് തങ്ങൾക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് തങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ തങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. പല താൽക്കാലിക വെടിനിർത്തലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും മറ്റ് ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം അമേരിക്കക്ക് താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അവരുടെ സൈനികരെ ശക്തമാക്കാനും അവരുടെ ആയുധത്തിൻ്റെ ശേഷി കൂട്ടാനും അതോടൊപ്പം പുതിയ തന്ത്രങ്ങൾ മെനയാനുമുള്ള ഒരു അവസരമായിട്ട്, ഒരു ഭാഗത്ത് യുദ്ധം, ഒരു ഭാഗത്ത് സമാധാനം. സാധാരണഗതിയിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ അതാണ്. അതിലൊന്നും തങ്ങൾ വീയില്ല. തങ്ങൾ അമേരിക്കയെക്കുറിച്ച് പഠിച്ചു, അവരുടെ നിലപാട് പഠിച്ചു, അവരുടെ ആയുധത്തെക്കുറിച്ചും സൈന്യശേഷിയെക്കുറിച്ചും പ്രേരശേഷിയെക്കുറിച്ചും പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും പഠിച്ചു, മനസ്സിലാക്കി കൃത്യത വരുത്തി. ഞങ്ങൾ യുദ്ധം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട്. ലോകം അത്ഭുതപ്പെടുന്നുണ്ട് എങ്ങനെ ഇറാൻ അത് സാധിക്കുന്നു എന്ന തരത്തിലൊക്കെ. ഇതിലൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാനും വേണ്ടി ഇറാൻ സാധിച്ചു എന്നുള്ളത് മാത്രം ഞങ്ങൾക്ക് വിജയം ഉണ്ടാക്കി തന്നത്. ഈ അമേരിക്കയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളെക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പരാജയം ഉണ്ടാവുന്നു. ആ പരാജയം തുടരുകയും ചെയ്യും. ഗൾഫിലെ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് താൽക്കാലിക വെടിനിർത്തലിനെ പറ്റി പറഞ്ഞ് പിന്നെ പറയുന്നതാണ് പ്രധാനപ്പെട്ടത്. ഗൾഫിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രം അടച്ചുപൂട്ടണം. സൈനിക കേന്ദ്രം എന്തിനാണ് ഗൾഫിൽ? അറേബ്യൻ രാജ്യങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അവകാശമാണ്. ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ അവരുടെ പ്രതിരോധവും അവർ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കേണ്ടതും നിലപാട് പറയേണ്ടതും അവരാണ്. അതിന് ആ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് അവിടെ സൈനികരെ വിന്യസിപ്പിക്കുക, സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അവിടെ ഈ എയർപോർട്ടുകൾ സ്ഥാപിക്കുക, എയർ ബേസുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ശത്രുരാജ്യം എന്ന് തോന്നുന്ന എല്ലാ രാജ്യത്തെയും ആക്രമിക്കുക, അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുക, അവരുടെ രഹസ്യങ്ങൾ ചോർത്താനുള്ള പ്രവൃത്തി ചെയ്യുക. പ്രത്യേകിച്ച് ഇറാനെ തങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടണം എന്ന് ലോകത്ത് ഇതുവരെ ആദ്യമായിട്ട് പറയുന്ന ഒരു രാജ്യം ഇറാനാണ്. അത് ഗൾഫ് രാജ്യത്തിലുള്ള രാജ്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനിക ബേസ് അടിച്ചു പൂട്ടണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് താല്പര്യമുണ്ട്. ഒരു ഘട്ടം വരെ സൗദി അറേബ്യ അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് താൽക്കാലികമായിരിക്കുന്ന എയർപോർട്ട് വാടക നൽകുന്ന പോലെ, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ നിരീക്ഷണത്തിലുള്ള ഒരു എയർപോർട്ട് ആയിട്ടാണ് കിങ് സുൽത്താൻ, ഈ കർജ് പ്രവർത്തിക്കുന്ന കിങ് സുൽത്താൻ എയർബേസിനെ കാണുന്നത്. അവർക്ക് മറ്റുള്ള, അതായത് ഖത്തറിനെ പോലെയോ ബഹ്റൈനെ പോലെയോ കുവൈറ്റിനെ പോലെയോ UAE പോലെയോ അല്ല.
അതിന് നിയന്ത്രണങ്ങൾ സൗദി അറേബ്യക്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അടുത്തത് പറയുന്ന കാര്യം, ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ അതിനെ ആക്രമിക്കില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. കാരണം പല ഘട്ടത്തിലും ചതിക്കപ്പെട്ടിട്ടുണ്ട്. 2025 ആക്രമിച്ചു, 26 ആക്രമിച്ചു, 27 ആക്രമിക്കില്ലെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പ് കിട്ടണം. പിന്നെ ഈ പൂർണ്ണമായിരിക്കുന്ന ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി എത്തപ്പെട്ടിരിക്കുന്ന സൈനികർ കൂട്ടത്തോടു കൂടി പിന്മാറണം. ഒന്നുപോലും ശേഷിക്കാത്ത രീതിയിൽ അത് പിന്മാറണം. തങ്ങൾക്ക് നേരെയുള്ള ഉപരോധം അപ്പാടെ ഇല്ലാതാക്കണം. ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രാജ്യത്തെ കറൻസിയുടെ മൂല്യം ഇടിയുന്നത്. ഈ വിഷയങ്ങളൊക്കെ പതിറ്റാണ്ടുകളായി ഇറാന് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപരോധമാണ്. അത് അപ്പാടെ പിൻവലിക്കണം. അത് തങ്ങൾ കൂട്ടുനിൽക്കില്ല, അത് തങ്ങൾ അംഗീകരിക്കില്ല. ഈ തരത്തിലുള്ള ഒരു 10ഓളം നിർദ്ദേശങ്ങളാണ് 15 ഇന നിർദ്ദേശത്തിന് പകരമായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ മധ്യസ്ഥർ മുഖാന്തരം വെച്ച്. ഈജിപ്ത്, തുർക്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതും അത് ട്രംപ് ഇതിന് വഴങ്ങുന്നില്ല, ആ കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കാത്ത വിധമുള്ള മറുപടിയാണ് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രിയോടുകൂടി ഈ കരാർ ഈ സമയപരിധി കഴിയും, പിന്നീട് രൂക്ഷമായിരിക്കുന്ന യുദ്ധമുണ്ടാവും എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ അമേരിക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ നയൻ്റെ പത്രങ്ങളൊക്കെ, ഇറിനെ അടക്കമുള്ള പത്രങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പകരത്തിന് പകരമായിട്ട് ആക്രമിക്കാനും തിരിച്ചടിക്കാനുമുള്ള സംവിധാനത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് സൈനികർക്ക് നിർദ്ദേശം നൽകി. അവരുടെ ആയുധത്തിൻ്റെ പർവ്വത നിരയുടെ തായ്വാരത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഇത് ഏത് മേഖല എന്ന് ചോദിച്ചാൽ 31 പ്രവിശ്യയിലും ഇത്തരം സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകപരമായിരിക്കുന്ന സൂക്ഷിപ്പുകാരെ നിയമിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ജാഗരൂകരാകാൻ വേണ്ടിയിട്ട് നമ്മൾ യുദ്ധത്തിലാണ്, യുദ്ധം മുൻപിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതെല്ലാം തയ്യാറായി നിൽക്കുക. ഇന്നത്തെ രാത്രി ഏത് സമയത്താണോ ആക്രമിക്കുന്നത് ബദലായി അതേ സംവിധാനത്തിനെ തിരിച്ചടിക്കണം. ആദ്യം ഇസ്രായേലിനെ ലക്ഷ്യമാക്കണം, പിന്നീട് അമേരിക്കയുടെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന അറേബ്യയിലുള്ള ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖല കേന്ദ്രമാക്കിയിട്ട് ലക്ഷ്യമാക്കണം. അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഇപ്പോൾ ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഭാഗം പറയുന്നത് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആണവായുധ കേന്ദ്രത്തെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇന്നത്തെ രാത്രി ഉണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടും കാണുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് ഏതൊക്കെ തരത്തിലുള്ള ആക്രമണ രീതിയാണ് ഇറാന് നേരെ അമേരിക്ക ഉപയോഗിക്കുന്നത്. പാലം തകർക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ മനുഷ്യർക്ക്, അത് ജീവിക്കുന്ന ആളുകളോടാണ് യുദ്ധം ചെയ്യുന്നത്. അതാണ് ഇറാൻ പ്രത്യേകമായി പറയുന്നത്. സൈനിക ബേസ് ആക്രമിക്കുക, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ആയുധപ്പുരകൾ ആക്രമിക്കുക, ആയുധ നിർമ്മാണശാലകൾ ആക്രമിക്കുക, സ്വാഭാവികപരമായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ കാണാറുള്ളതാണ്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം 5ാമത്തെ കൊല്ലത്തിലേക്കാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അവർ ചെയ്യാറുള്ളത് ഇങ്ങനത്തെയാണ്. ഈ സാധാരണക്കാർ മരണപ്പെടുന്നത് വളരെ കുറവാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവിടെ. കാര്യം രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം ജനങ്ങളല്ല. എന്നാൽ അമേരിക്കയുടെ ലക്ഷ്യം, ഇസ്രായേലിൻ്റെ ലക്ഷ്യം എല്ലാ കാലത്തും ജനങ്ങളാണ്. അപ്പോൾ ആളുകൾ തിങ്ങിക്കൂടുന്ന ഇടങ്ങൾ, മതപരമായിരിക്കുന്ന മേഖലകൾ, ഈ സ്ഥലങ്ങളൊക്കെ ആക്രമിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുള്ളതാണ്. അവിടെ ടെൻറ്റുകൾ പോലും മിസൈലിട്ട് ആക്രമിച്ചുകൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുന്ന പ്രവർത്തനം ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. അത് അമേരിക്ക ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയാണ്. ആദ്യം തന്നെ പൗരാണികമായിരിക്കുന്ന ഒരു പാലം തകർത്തു, അതിനുശേഷം ഇപ്പോൾ പാലങ്ങൾ തകർക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇനി കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് തിരിയും, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് തിരികും, ഭക്ഷ്യ ഗോഡൗണുകളോ ഭക്ഷ്യ ഉൽപ്പാദന മേഖലയോ ഉണ്ടെങ്കിൽ അതിലേക്ക് നീങ്ങും. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത വിധത്തിലേക്ക് ഈ യുദ്ധത്തെ വലിച്ചേക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രം. ആ തന്ത്രത്തിൽ എന്ത് ചെയ്യില്ല, പരാജയപ്പെടുകയില്ല. തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള കുരുതിക്കളമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഈ വിഷയം വന്നതോടുകൂടി തന്നെ പല മേഖലയിൽ നിന്നും ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്നുണ്ട്. മറ്റ് അഭയാർത്ഥികളെപ്പോലെ മറ്റ് കേന്ദ്രത്തെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു.
അപ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഉദിക്കുന്നില്ല. കാര്യം ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയാണ്. അത് രാജ്യത്തിന് കീഴടങ്ങുക എന്നുള്ളത് അതൊരിക്കലും അവരുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. അത് പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത്. അത് ഈ പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അത് ലക്ഷ്യം കാണുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പത്തിന് നിർദ്ദേശം നൽകുകയും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും വീണ്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ ഈ കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഇളവുകൾ നൽകാൻ പറ്റുമോ എന്ന കാര്യമൊക്കെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അന്വേഷിച്ച് വരികയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞു എന്നതിനാൽ ആ നിലപാടിനൊരു മാറ്റം ഉണ്ടാവുക അസാധ്യമാണ്. അങ്ങനെ വലിയ രീതിയിലൊരു പ്രതിസന്ധി മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാവാതെ യുദ്ധവിരാമം ഉണ്ടാവില്ല, യുദ്ധം അവസാനിപ്പിക്കില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ന്യായപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചതിനുള്ള പ്രത്യാക്രമണം തിരിച്ചടികളാണ് നൽകുന്നത്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കണ്ട രാജ്യത്തൊക്കെ ആക്രമിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ്. അതിനൊരു നിയന്ത്രണം വേണം എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ്.